നമസ്കാരം, എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ ഡെയിലി അപ്ഡേറ്റ്സിലേക്ക്. നാളെ 2024 ഓഗസ്റ്റ് മാസം 11-ാം തീയതി ഞായറാഴ്ച. ഇന്നത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റുകളും നാളെയും വരുന്ന ദിവസങ്ങളിൽ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട, ശ്രദ്ധിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 5 കാര്യങ്ങൾ എന്തൊക്കെയെന്നാണ് ഷെയർ ചെയ്യുന്നത്. എല്ലാവരും ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമായിട്ട് ശ്രദ്ധിക്കുക. ഈ വീഡിയോ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്ത് കാണുക. വാർത്ത പരമാവധി ആളുകളിലേക്ക് മറക്കാതെ ഷെയർ ചെയ്യണം. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകുന്നതാണ്. ഈ ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. ആദ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, മാറുന്ന കാലത്തെ അഭിമുഖീകരിക്കുവാനായിട്ട് സ്കൂൾ വിദ്യാഭ്യാസത്തിലെ മുഖ്യ ഘടകങ്ങളായിട്ടുള്ള പഠനം, പഠിപ്പിക്കൽ, വിലയിരുത്തൽ എന്നിവയിൽ കാലാനുസൃതമായിട്ടുള്ള പരിഷ്കാരം നിർദ്ദേശിക്കുന്നതാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട്. മികവിനായുള്ള സ്കൂൾ വിദ്യാഭ്യാസം എന്ന പേരിലുള്ള റിപ്പോർട്ട് ഇതുവരെ സർക്കാർ പരസ്യപ്പെടുത്തിയിട്ടില്ല. പക്ഷേ ഉള്ളടക്കം പുറത്തു വന്നു കഴിഞ്ഞു. സ്കൂളുകളുടെ അക്കാദമിക അന്തരീക്ഷത്തിൽ അഴിച്ചുപണി നിർദ്ദേശിക്കുക മാത്രമല്ല, 1 മുതൽ 12 വരെയുള്ള വിദ്യാഭ്യാസം ഏകീകരിക്കുകയും അതനുസരിച്ചുകൊണ്ട് കുട്ടികളുടെ എണ്ണത്തിലും അധ്യാപക നിയമനങ്ങളിലുമൊക്കെ തന്നെ മാറ്റം നിർദ്ദേശിക്കുക കൂടിയാണ് ഖാദർ കമ്മിറ്റി റിപ്പോർട്ട്. സ്കൂൾ പ്രായത്തിലുള്ള ഏതാണ്ടെല്ലാ കുട്ടികളും സ്കൂളിലെത്തുകയും മഹാഭൂരിപക്ഷവും 12 വരെ എത്തിച്ചേരുകയും ചെയ്യുന്ന അവസ്ഥ കേരളത്തിലുണ്ടെന്നാണ് നിരീക്ഷണം. വിദ്യാഭ്യാസാവകാശ നിയമം ഫലപ്രദമായിട്ട് നടപ്പാക്കണമെങ്കിൽ 12 വരെയുള്ള വിദ്യാഭ്യാസത്തെ ഒറ്റ ഘടകമായിട്ട് പരിഗണിക്കാനാണ് ശുപാർശ. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഓഗസ്റ്റ് 16 വരെ സംസ്ഥാനത്തുടനീളം ഇടിമിന്നലോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം കേരളത്തിന് ഇപ്പോൾ മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പാലക്കാട്, മലപ്പുറം ജില്ലകളിൽ നാളെ ഞായറാഴ്ച ഓറഞ്ച് അലേർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇടുക്കി, കോഴിക്കോട്, വയനാട് ജില്ലകളിൽ ഞായറാഴ്ച യെല്ലോ അലേർട്ടും പ്രഖ്യാപിച്ചിട്ടുണ്ട്. തെക്കൻ കേരള തീരത്ത് ഇടിമിന്നലോട് കൂടിയ കൊടുങ്കാറ്റും മണിക്കൂറിൽ 35 മുതൽ 45 കിലോമീറ്റർ വേഗതയിൽ കാറ്റ് വീശാനും 55 കിലോമീറ്റർ വരെ വേഗതയിൽ കാറ്റ് വീശാനും സാധ്യതയുണ്ടെന്നും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഓഗസ്റ്റ് മാസത്തിലെ പെൻഷൻ വിതരണം ഈ മാസം തന്നെ ഉണ്ടാകും. 1600 രൂപയാണ് ഈ മാസം ലഭിക്കുക. സെപ്റ്റംബർ മാസം ഓണമാണ്. അതുകൊണ്ട് തന്നെ അടുത്ത മാസം നമുക്ക് കൂടുതൽ ആനുകൂല്യം ഒരുപക്ഷെ ലഭിക്കാൻ സാധ്യതയുണ്ട്. ഓണത്തോടനുബന്ധിച്ചുകൊണ്ട് ഒരു മാസത്തെ കുടിശ്ശികയും അതുപോലെ തന്നെ തനത് മാസത്തെ തുകയുമാണ് ലഭിച്ചേക്കുക. ഓഗസ്റ്റ് മാസത്തെ പെൻഷൻ വിതരണം ഓഗസ്റ്റ് 20-നും 30-നും ഇടയിലുള്ള തീയതികളിലാണ് നടക്കുക. പെൻഷൻ മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയം ഓഗസ്റ്റ് 24 വരെയുള്ളൂ എന്ന കാര്യം കൂടി എല്ലാ പെൻഷൻ ഉപഭോക്താക്കളും മനസ്സിലാക്കിയിരിക്കേണ്ടതാണ്. അടുത്ത പ്രധാനപ്പെട്ട വാർത്താ അപ്ഡേറ്റ്, ഓഗസ്റ്റ് മാസത്തിലെ റേഷൻ വിതരണം സംസ്ഥാനം നടന്നു വരികയാണ്. എന്നാൽ കോമ്പിനേഷൻ ബില്ലിംഗ് നിർത്തിയതോടുകൂടി റേഷൻ കടയിൽ നിന്ന് ഇനി ഇഷ്ടമുള്ള ഇനം അരി ലഭിക്കുകയില്ല. പോഷക സമ്പുഷ്ടമാക്കിയിട്ടുള്ളതും അതോടൊപ്പം അല്ലാത്തതുമായിട്ടുള്ള പുഴുക്കലരി, പുഞ്ചയരി, പച്ചരി എന്നിവയെല്ലാം തന്നെയായിരിക്കും ഓരോ റേഷൻ കാർഡിനും ഇനി മുതൽ ലഭിക്കുക. ജൂലൈ മാസം വരെ ഇവയിൽ ഏതെങ്കിലും 1-2 ഇനം തിരഞ്ഞെടുക്കുവാനായിട്ട് കഴിയുമായിരുന്നു. അതാണ് ഓഗസ്റ്റ് മാസം മുതൽ നിർത്തിയത്. താലൂക്ക് അടിസ്ഥാനത്തിൽ അരിയുടെ ലഭ്യത അനുസരിച്ചാണ് ഓരോ ഇനത്തിൻ്റെയും അളവ് നിശ്ചയിച്ചത്. ചില താലൂക്കുകളിൽ വെള്ള കാർഡിന് 5 കിലോ വീതത്തിൽ 4 ഇനം അരി ഉൾപ്പെടുത്തി പുഞ്ചയരി, പോഷിത പുഞ്ചയരി, പച്ചരി, പുഴുക്കലരി എന്നിവയാണവ. അതുകൊണ്ട് തന്നെ 5 കിലോ അരി വാങ്ങുവാൻ 4 സഞ്ചി കൊണ്ട് പോകേണ്ട അവസ്ഥയാണ്. ചില താലൂക്കുകളിൽ വിഹിതം നിശ്ചയിച്ചപ്പോൾ ചില ഇനം അരി 1/2 കിലോ മാത്രമായി. വെള്ള കാർഡുകാർക്ക് മിക്ക താലൂക്കുകളിലും വിവിധ ഇനം അരി ഓരോ കിലോ വീതമാണ് ഉള്ളത്. കോമ്പിനേഷൻ ബില്ലിംഗ് നിർത്തിയത് കാർഡ് ഉടമകൾക്കും റേഷൻ വ്യാപാരികൾക്കും ബുദ്ധിമുട്ട് സൃഷ്ടിച്ചിരിക്കുകയാണ്. അവസാനമായിട്ട് സംസ്ഥാന സ്വർണ്ണവില പരിശോധിച്ചാൽ സംസ്ഥാന സ്വർണ്ണവിലയിൽ മാറ്റമില്ല. ഇന്ന് ശനിയാഴ്ച ഓഗസ്റ്റ് 10-ാം തീയതി 1 ഗ്രാം 22 കാരറ്റ് സ്വർണ്ണത്തിന് 6425 രൂപയിലും പവന് 51,400 രൂപയിലുമാണ് വ്യാപാരം നടക്കുന്നത്. ഡെയിലി അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു. എല്ലാവരിലേക്കും നിങ്ങൾ ഈ അപ്ഡേറ്റ്സ് മറക്കാതെ ഷെയർ ചെയ്യുക. നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ എല്ലാവരും ജോയിൻ ചെയ്യുക. വാർത്തകളും അറിയിപ്പുകളും എല്ലാ ദിവസവും നമുക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ലഭ്യമാകും. ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുന്ന ലിങ്ക് വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമൻറ്റ് ബോക്സിലും ഉണ്ട്. എല്ലാവരും ലിങ്കിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകളിൽ ജോയിൻ ചെയ്യുക. കൃഷൽ മീഡിയ എല്ലാ ദിവസവും വാർത്തകളും അറിയിപ്പുകളും ലഭിക്കുന്നതിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ ഉടൻ ലഭിക്കുന്നതിനായി ബെല്ലൈക്കൺ അമർത്തുക.